നമ്മൾ ഷഹബാസിൻ്റെ വീട് സന്ദർശിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ്. അത്യന്തം ഹൃദയഭേദകമാണ് അവിടുത്തെ രംഗം. പ്രത്യേകിച്ച് ബാപ്പാൻ്റെ സംസാരം കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഏതൊരമ്മയ്ക്കും കേട്ട് നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം പോലും നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും കണ്ണീരോടല്ലാണ്ട് നമുക്ക് ഈ വിവരങ്ങളൊന്നും കേൾക്കാനും കാണാനും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിമൻ ജസ്റ്റിസിൻ്റെ പ്രവർത്തകർ ഇന്ന് വീട് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയതും. ഇത് എന്താ പറയുക, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ഹൃദയഭേദകമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. ഇത് മെഞ്ഞാന്ന് കേട്ടു, അതിനുശേഷം നമ്മൾ എത്ര ന്യൂസ് കേട്ടു. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഇപ്പം കലാലയങ്ങളിലാണ്, സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികവും മക്കൾ തമ്മിൽ എന്താ പറയുക, വെട്ടിക്കൊല്ല് തന്നെയാണ് ഇപ്പം നിരന്തരം. നമ്മൾ ഈ മാസത്തിൽ തന്നെ എത്രയോ കേസ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു സ്വബോധമുള്ള കുട്ടിയൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്വബോധമുള്ള ഒരു കുട്ടിയും മറ്റൊരു ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട് നമുക്കറിയാം. അത് ലഹരി തന്നെയാണ്. നാടൊട്ടുക്കും പറയുന്നുണ്ട് ലഹരിയാണ്, നാടൊട്ടുക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെ നമ്മൾ ആരായാലും, വനിതാ സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടികളായാലും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാണ്ട് ഏവരും ഇതിനെ ഇറങ്ങി പുറപ്പെട്ടേ മതിയാവുള്ളൂ. ഈ കാരിയർമാരെ പിടിക്കുക, അത് തന്നെ ലക്ഷ്യമുള്ളൂ. കൂട്ടായി നമ്മൾ ഇറങ്ങുക, കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കൂട്ടായ്മ കൂടെ ഭരണകൂടം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിനൊരു കടിഞ്ഞാണിടണമെങ്കിൽ സർക്കാർ തന്നെ വിചാരിക്കണം, അല്ലാതെ പറ്റില്ല. നമ്മൾ ജനങ്ങൾ കൂടെയുണ്ട്, ജനങ്ങൾ എന്തായാലും സർക്കാരിനൊപ്പം നിൽക്കുമല്ലോ. ഈ ഒരു കാര്യം വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ഒരു അമ്മ വീട്ടിൽ കിടന്നുറങ്ങും? മക്കൾ എങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കും? നാളെ നമ്മളെ മക്കൾക്ക് ഈ ഗതി വരുമോ എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, എങ്ങനെ സമാധാനത്തിൽ വീട്ടിൽ കിടന്നുറങ്ങും? നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അമ്മേനെ വെട്ടിക്കൊന്നു, അച്ഛനെ വെട്ടിക്കൊന്നു, അനിയനെ വെട്ടിക്കൊന്നു. ഇതൊക്കെ ദിവസേന നമ്മൾ കേട്ട് നമ്മളെ തലയും മനസ്സൊക്കെ മരവിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ ഈ ലഹരി എന്ന് പറഞ്ഞ വസ്തു, ഈ സംഭവം നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുക. സോഷ്യൽ മീഡിയ വ്യാപകമായിട്ട് ഇതായതുകൊണ്ടും എല്ലാം കൊണ്ടും ലഹരിയാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ കഴിയുക. കുട്ടികളിൽ അക്രമവാസന കൂടി വന്നത് ലഹരി കൊണ്ട് മാത്രമാണ്. പൊതു ഇടത്തിൽ കുട്ടികൾ എന്താ പറയുക, പെരുമാറാനുള്ളൊരു പിന്നോക്കം പണ്ട് കാലത്തെ പോലെ അല്ലല്ലോ. പൊതു ഇടത്തിൽ ഇറങ്ങി സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ഏത് നേരവും. പിന്നെ ഈ ലഹരി കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു 4ാം ക്ലാസ്സിലെ കുട്ടി പോലും ചോക്ലേറ്റിൽ ലഹരി ഉള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന്. അപ്പം നമ്മുടെ കാലത്തിൻ്റെ പോക്ക് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാസർഗോഡ് സ്കൂള് വിഷയം കേട്ടു കഴിഞ്ഞു അല്ലേ? സെൻഡ് ഓഫ് പാർട്ടിക്ക് കഞ്ചാവ് വിൽപ്പന തകൃതിയായി. ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഒരു സ്കൂളിൽ നിന്നല്ല, നാട്ടും പുറത്തുള്ള സ്കൂൾ പോലും ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യവും കൈവിട്ടു പോകും. ഇവിടെ രക്ഷ ഉണ്ടാവില്ല. ഒരമ്മയ്ക്കും മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. കാര്യങ്ങൾ എന്ത് തന്നെയായാലും സർക്കാർ ഇതിൽ വേണ്ട രീതിയിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. ഹോമിൻ്റെ മുന്നേ നിന്ന് പ്രതീക്ഷിച്ചതിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അനുഭവം. ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. 3 മക്കളുണ്ട്. ഒരു കുട്ടി മുലയൂട്ടുന്ന അമ്മയാണത്. 3 കുഞ്ഞുങ്ങളും പറക്കം വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടണം. ഈ കുട്ടികളെ ഇങ്ങനെ ജുവനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയല്ല. അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല. ശരിയായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. ഈ വീട്ടിലെ ദുഃഖം വന്ന് കണ്ടറിഞ്ഞാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് വേണമെന്ന് എന്തുവാണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എന്തായാലും ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജുവനൈൽ ഹോമിൽ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്, പരീക്ഷ എഴുതിപ്പിക്കുന്നത്. പണ്ട് കോപ്പി അടിച്ചാൽ കൂടെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കുമായിരുന്നു പരീക്ഷ. പണ്ടല്ല, ഇപ്പോഴും അങ്ങനെയാണ് ആ നിയമം. പക്ഷെങ്കിൽ ഇപ്പോൾ അതല്ലല്ലോ നടന്നിരിക്കുന്നത്. ഒരു കൊലയാളികളെ പിറ്റേ ദിവസം തന്നെ പരീക്ഷ എഴുതിക്കുക. ഇതൊക്കെ എവിടുത്തെ നിയമമാണെന്ന്? ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കണം. എന്നാലേ നാട് നന്നാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയമില്ല.
അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം. ഇനി മേലിൽ ഒരു അമ്മ ഇങ്ങനെ കരയരുത്. കേരളം ഒട്ടുക്ക് എത്രയോ അമ്മമാരിങ്ങനെ കരയുന്നുണ്ട്. ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം. രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം. രക്ഷിതാക്കൾക്ക് ബാലനിയമത്തിൽ വ്യതിയാനം വരണം. അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല. ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്തും ചെയ്യും. അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി ശരിയായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനകത്ത് രാഷ്ട്രീയക്കാരുടെ സഹായം ഉണ്ടാകാൻ പാടില്ല. ആരെയും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കാൻ പാടില്ല. ജാതി മതവും നോക്കാതെ പിന്നെ രാഷ്ട്രീയക്കാർ ഇതിന് ഇറങ്ങി തിരിച്ച് ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, കോടതി ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, ഇതിന് വേണമെന്ന് പ്രതിവിധി ചെയ്താൽ ഇവരെ നീതി കൊടുക്കണം. എല്ലാവർക്കും കൊല നടന്നിടത്തൊക്കെ നീതി കിട്ടണം. കൊല നടന്ന എത്രയോ വീടുകളുണ്ട്, അവിടെയൊക്കെ നീതി കിട്ടണം. അത് അഡൽട്സിനാണെങ്കിലും കൊള്ളാം, ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൊള്ളാം, എല്ലാവർക്കും നീതി കിട്ടണം. അതിന് ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെൻറ് ഈ ഭാഗ്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം. അതാ വേണമെന്നേ. ഈ ഭാഗ്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കിയിരുന്നത് ആത്മഹത്യ ചെയ്യുന്നത്? ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളുണ്ട്? ഞാൻ ആ ചിന്നമ്മ ടീച്ചറിൻ്റെ കൂടെയൊക്കെ നടന്നതാണ്. മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ആര് നിരോധിച്ചു? ഇതല്ലേ നമ്മുടെ വരുമാനം, വേറൊന്നും വരുമാനം ഇല്ലല്ലോ. പിന്നെ കൊല നടക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റാണ് കുറ്റവാളി. ഒന്നാമത്തെ പ്രതി ഗവൺമെൻറ്റാണ്, പിന്നെ ആകത്തുള്ളൂ കൊലയാളികൾ. അതിനൊരു മാറ്റം വരണം. നിയമത്തിൽ ശരിക്ക് ഭേദഗതി വരുത്ത് അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഗൾഫിലെ ശിക്ഷ കിട്ടിയാൽ പിന്നെ ആരും ഒന്നും ചെയ്യൂല. ഇത് എല്ലാവരും ജാമ്യത്തിൽ വിടുകയല്ലേ, പിന്നെ എങ്ങനെയാന്നേ പേടിക്കുന്നേ? ആർക്കും ഒരു ഭയവുമില്ല, എന്തും ചെയ്യാം. അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ നാട് നന്നാകണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി നല്ല ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണേ. ആരെയും ജാമ്യത്തിലും വിടാൻ പാടില്ല. അതിന് വേണം തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.